രഞ്ജി സീസണിന് മുന്നോടിയായി കേരള ക്രിക്കറ്റ് ടീമിന്റെ പരിശീലനം പുരോഗമിക്കുന്നു. 11-ന് തുമ്പയിൽ പഞ്ചാബിനെതിരായാണ് ആദ്യ മത്സരം. മുൻ ഇന്ത്യൻ താരം അമയ് ഖുറേസിയാണ് സച്ചിൻ ബേബി നയിക്കുന്ന ടീമിന്റെ പരിശീലകൻ. പുതിയ നായകൻ, പുതിയ പരിശീലകൻ, പരിചയസമ്പന്നരും പുതുമുഖങ്ങളും അടങ്ങിയ സന്തുലിത ടീം. ഏറെ പ്രതീക്ഷയോടെയാണ് കേരള ടീം രഞ്ജി സീസണിനായി ഒരുങ്ങുന്നത്. മധ്യപ്രദേശിന്റെ മുൻ പരിശീലകൻ കൂടിയായിരുന്ന അമയ് ഖുറേസിയുടെ തന്ത്രങ്ങളും കരുത്താകും. 8 വർഷമായി കേരളത്തിൽ കളിക്കുന്ന മധ്യപ്രദേശ് ഓൾറൗണ്ടർ ജലജ് സക്സേനയ്ക്ക് പുറമെ 2 അതിഥി താരങ്ങൾ കൂടി ഈ വർഷമുണ്ട്. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ തമിഴ്നാടിനായി 90 മത്സരങ്ങൾ കളിച്ചിട്ടുള്ള പരിചയസമ്പന്നായ ഓൾറൗണ്ടർ ബാബ അപരാജിതിന്റെ സാന്നിധ്യം ടീമിന്റെ കരുത്തു കൂട്ടും. വിദർഭയുടെ മുൻ താരം ആദിത്യ സർവത്തെയാണ് മറ്റൊരു അതിഥി താരം. ഇന്ത്യൻ ടീമിൽ ഉൾപ്പെട്ടതിനാൽ പഞ്ചാബിനെതിരെ സഞ്ജു സാംസൺ കളിക്കില്ല. വിഷ്ണു വിനോദ്, റോഹൻ എസ് കുന്നമൽ, മുഹമ്മദ് അസറുദ്ദീൻ, സൽമാൻ നിസാർ, വത്സൽ ഗോവിന്ദ്. ബാറ്റിംഗ് നിരയ്ക്ക് കരുത്തുകൂട്ടാൻ ഇവരൊക്കെ ധാരാളം. ബേസിൽ തമ്പിയും കെ എം ആസിഫും ഉൾപ്പെടെ മികച്ച ബൗളർമാരുടെ നിരയും തയ്യാറാണ്. അടുത്തിടെ അവസാനിച്ച കേരള ക്രിക്കറ്റ് ലീഗ് താരങ്ങളുടെ ആത്മവിശ്വാസം ഇരട്ടിപ്പിച്ചിട്ടുണ്ട്. KCL ശരിക്കും എല്ലാ പ്ലേസിന്റെയും പോലെ നല്ലൊരു എക്സ്പോഷർ തന്ന ഒരു ടൂർണമെന്റ് ആണ്. കാരണം ഇന്ത്യയിലുള്ള എല്ലാ ആൾക്കാരും ആ ഒരു ടൂർണമെന്റ് ഫോളോ ചെയ്തു. ഭയങ്കര പോസിറ്റീവ് ഫീഡ്ബാക്ക് അതിനെ പറ്റി മെയിനായിട്ട് പ്ലേയേഴ്സിന് നല്ലൊരു എക്സ്പോഷർ കിട്ടി ആ ഒരു ടൂർണമെന്റ് വഴി. ഇതൊരു ഡിഫറെന്റ് ഫോർമാറ്റ് ആണ് രഞ്ജി ട്രോഫി. അപ്പൊ നമ്മളുടെ അഡാപ്റ്റേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം എല്ലാവരും അങ്ങനത്തെ മാച്ച് കളിക്കുന്ന പ്ലേയേഴ്സും ആണ്. ഇപ്പൊ നമ്മൾ കുറെ ചെന്നൈ ലീഗ് കളിക്കുന്ന, റെഡ് ബോൾ കുറെ വർഷങ്ങൾ കളിക്കുന്ന പ്ലേയേഴ്സ് ആണ്. സോ അവർക്ക് കുറച്ച് ഈസി ആയിരിക്കും അഡാപ്റ്റ് ചെയ്യാൻ. കഴിഞ്ഞ സീസണിൽ ഏറെ പ്രതീക്ഷ ഉയർത്തിയെങ്കിലും നോക്കൌട്ട് റൗണ്ടിലേക്ക് കടക്കാൻ കേരളത്തിന് കഴിഞ്ഞിരുന്നില്ല. ഇത്തവണ ആ കുറവ് പരിഹരിക്കുകയാണ് ആദ്യ വെല്ലുവിളി. കർണാടക, ബംഗാൾ, ഉത്തർപ്രദേശ്, ഹരിയാന, മധ്യപ്രദേശ് തുടങ്ങിയ ശക്തരായ എതിരാളികളാണ് എലൈറ്റ് ഗ്രൂപ്പ് സിയിൽ കേരളത്തെ കാത്തിരിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം.